ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ച ലോക്സഭയിൽ ഇന്നും തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ചർച്ചകൾക്ക് മറുപടി പറയുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും ഇന്ന് സംസാരിക്കും. ബൽറാം നെടുങ്ങാടി ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം. ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയാണ് ബൽറാം? ഇവിടെ ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ്. ഇപ്പം പെയ്യും എന്നൊക്കെ ഉള്ള ഒരു ഫീലാണ് നമുക്കുള്ളത്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഡൽഹിയിൽ കടുത്ത തണുപ്പാണ്. കഴിഞ്ഞ 5 ദിവസമായി ശീതതരംഗം ഡൽഹിയിലുണ്ട്. ഡൽഹി, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ശീതതരംഗത്തിൻ്റെ പിടിയിലാണ്. ഡൽഹിയിൽ പ്രവചിച്ചിരുന്നതിനേക്കാൾ കടുത്ത തണുപ്പ് കഴിഞ്ഞ 3 ദിവസമായി അനുഭവപ്പെടുന്നു. 6 ഡിഗ്രി പ്രവചിക്കുമ്പോൾ അത് 4 ഡിഗ്രിയിലേക്ക് കുറഞ്ഞിരിക്കുകയാണ്. സാധാരണ നിലയിൽ ഈ ഒരു സമയത്ത് ഡിസംബർ 2ാം വാരത്തോടെ ഉണ്ടാകുന്ന തണുപ്പിനേക്കാൾ കടുത്ത തണുപ്പ് ഇത്തവണ അനുഭവപ്പെടുന്നുണ്ട് എസ് കെ എൻ. ഈ വാർത്തയിലേക്ക് വന്നാൽ എസ് കെ എൻ, ഈ പ്രതിപക്ഷത്തിൻ്റെ കൂടി ആവശ്യം അനുസരിച്ചാണ് പാർലമെന്റിൽ ഈ ഭരണഘടന സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇന്നലെ ചർച്ചകൾക്ക് തുടക്കമിട്ടു. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയാണ് ഈ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. അത് കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗത്തിനും ഇന്നലെ പാർലമെന്റ് സാക്ഷ്യം വഹിച്ചു. ലോക്സഭയിൽ 2 ദിവസമായി നടക്കുന്ന ഈ ചർച്ചകൾക്ക് ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറുപടി പറയും. ഒപ്പം തന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് സംസാരിക്കും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ഇന്ന് രാവിലെ ചർച്ചകൾക്ക് തുടക്കം കുറിക്കുക എന്നാണ് ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. ഇത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പാർലമെന്റ് തടസ്സപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ഈ ചർച്ചകൾ വഴി സഭയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസവും ചർച്ചകളിലെല്ലാം തന്നെ അദാനി വിഷയം, മണിപ്പൂർ സംഘർഷം, സംഭാൽ സംഘർഷം അടക്കമുള്ള പ്രതിപക്ഷത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളും പ്രിയങ്ക ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പരാമർശിച്ചിരുന്നു. സമാനമായി തന്നെ രാജ്നാഥ് സിംഗ് അടക്കം BJPയുടെ ഭാഗത്തു നിന്ന് സംസാരിച്ച നേതാക്കൾ എല്ലാവരും തന്നെ മറ്റ് വിഷയങ്ങൾ, പ്രധാനമായും അടിയന്തരാവസ്ഥ മുൻനിർത്തിക്കൊണ്ട് ഭരണഘടന എന്ന വിഷയത്തിൽ കോൺഗ്രസിനെ കടന്നാക്രമിക്കാനാണ് ശ്രമിച്ചത്. ഈ ഒരു ശൈലി തന്നെയായിരിക്കും ഇന്നും തുടരുക എന്ന് തന്നെയാണ് ഇരുഭാഗത്തു നിന്നുമുള്ള കേന്ദ്രങ്ങളിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. ശക്തമായ വാദപ്രതിവാദങ്ങൾക്ക്, വാക്പോരിന് ലോക്സഭ വേദിയാകുകയാണ്. ഇന്ന് പ്രധാനമന്ത്രി മറുപടി പറയും. തുടർന്ന് തിങ്കൾ, ചൊവ്വ ദിവസങ്ങളിൽ രാജ്യസഭയിലും ഈ ചർച്ചകൾ നടക്കും എസ് കെ എൻ. ഓക്കെ ബൽറാം, താങ്ക് യു.